Hello guys, welcome to our class. ഇന്നത്തെ ക്ലാസ്സിൽ ഈ അപ്പർ പ്രൈമറി കുട്ടികൾക്കും അഡ്വാൻസ് ലെവൽ ഓഫ് ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് ആണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ് us go to this. Okay. So മോഡൽ വെർബ് ഇത് നമുക്ക് സ്കൂളുകളിലൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അറിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ മോഡൽ വെർബ് എന്താണെന്ന് പറയുന്നില്ല, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കുന്നു. സോ മോഡൽ വെർബ് ഇതൊക്കെ തന്നെയാണ് മോഡൽ വെർബ്. ഷുഡ്, കുഡ്, വുഡ്, മസ്റ്റ്. ഇതിനൊപ്പം have plus V3 verb യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സെന്റൻസസ് യൂസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ്, മസ്റ്റ് ഹാവ്. എന്താണ് ഇതിൻ്റെ അർത്ഥങ്ങൾ? അപ്പോൾ ഇത് ഓരോ ക്ലാസ്സിൽ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേ ക്ലാസ്സിൽ എല്ലാത്തിൻ്റെയും വ്യത്യസ്തത എന്താണ് അതിൻ്റെ ഡിഫറൻസസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ സാധിക്കുമെന്നാണ് മറ്റു ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അഡ്വൈസ് അനുസരിക്കാതെ പോയതിൻ്റെ ഒരു വിഷമം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യായിരുന്നു, കുറച്ചും കൂടി ഭംഗിയായിട്ട് നടത്തായിരുന്നു, എന്ത് കാര്യം കുറച്ചും കൂടി ആ ലെവല് ചെയ്യാത്തതിൻ്റെ വിഷമം പ്രകടിപ്പിക്കലാണ് ഷുഡ് ഹാവ്. നെക്സ്റ്റ് വൺ ഈസ് കുഡ് ഹാവ്. ഈ കുഡിൽ തന്നെ ഉണ്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ടിപ്പ്. കുഡ് എന്ന് പറഞ്ഞാൽ ക്യാനിന്റെ പാസ്റ്റ് ആണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി, നമ്മുടെ കഴിവ്. അപ്പം നമുക്ക് ചെയ്യാൻ കഴിവുണ്ടായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ വളരെ സാധ്യതകളുണ്ടായിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം പ്രകടിപ്പിക്കലാണ് കുഡ് ഹാവ്. നെക്സ്റ്റ് വുഡ് ഹാവ്. വുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ട് നമുക്കൊരു കാര്യം നടന്നില്ല, അപ്പോൾ നടക്കാത്തതിന് നമ്മൾ കാരണങ്ങൾ കണ്ടെങ്കിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അത് വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ, അത് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെ ഒരു കാരണം നമ്മൾ ഉണ്ടാക്കി പറഞ്ഞ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത് എന്ന് വരുത്തി കൂട്ടലാണ് ഏത്? വുഡ് ഹാവ്. ലാസ്റ്റ് വൺ മസ്റ്റ് ഹാവ്. മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ലേ, യു മസ്റ്റ് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ നിർബന്ധമായി ചെയ്യണം. അപ്പം മസ്റ്റിന് അത്ര സ്ട്രോങ്നെസ് ഉണ്ട്. അപ്പം മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന കാരണം കൊണ്ടാവും ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ട് റീസൺ ഉണ്ടാവും, ഇത് കാരണമായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ നമുക്ക് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് ഉള്ളതാണ് എന്ത്? മസ്റ്റ് ഹാവ്. ലെറ്റ് us go to the examples. ഫസ്റ്റ് വൺ, എല്ലാ എക്സാമ്പിൾസും നമുക്ക് ഒരേപോലത്തെയാണ് വ്യത്യാസം കാണിച്ചു തരുന്നത്. അതായത് രാമു എന്ന കഥാപാത്രവും പഠിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് എല്ലാവരും നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഷുഡ് ഹാവ്. അപ്പോൾ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി നല്ലപോലെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ രാമു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. രാമു കുറച്ചും കൂടി നന്നായി പഠിക്കാമായിരുന്നു, അതാണ് രാമു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. കുറച്ചും കൂടി അത് ചെയ്യാത്തതിന്റെ വിഷമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. സെക്കൻഡ് വൺ കുഡ് ഹാവ്. രാമുന് നല്ല കഴിവുണ്ട്, ഫസ്റ്റ് റാങ്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ രാമു അത് ചെയ്തില്ല, കുറച്ച് ഉഴപ്പി. അപ്പൊ രാമു കുഡ് ഹാവ് സ്കോർഡ് വെൽ ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് വെൽ. രാമുന് നല്ലപോലെ സ്കോർ ചെയ്യായിരുന്നു. എപ്പോ? കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്തിരുന്നെങ്കിൽ രാമുന് നല്ലപോലെ സ്കോർ ചെയ്യാമായിരുന്നു. അത്രയും കഴിവുള്ള കുട്ടിയെ ചെയ്യാമായിരുന്നു. നെക്സ്റ്റ് വൺ വുഡ് ഹാവ്. അപ്പൊ രാമുന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല, അപ്പൊ അതിനൊരു കാരണം കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്താണ് ആ കാരണം എന്ന് നോക്കാം. രാമു വുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ ഇഫ് ഹി ഹാഡ് എ ടെക്സ്റ്റ് ബുക്ക്. രാമുന് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് രാമു കുറവ് മാർക്ക് മേടിച്ചതെന്ന്. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായെങ്കിൽ രാമു നല്ലപോലെ മേടിച്ചേനെ. അപ്പൊ ഒരു കാരണമാണ്, കാരണം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത് സംഭവിച്ചത് പറയുന്നത്. ലാസ്റ്റ് വൺ മസ്റ്റ്. അപ്പൊ രാമുന് നല്ല മാർക്ക് കിട്ടി. അപ്പൊ എന്തുകൊണ്ട് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും? രാമു മസ്റ്റ് ഹാവ് സ്റ്റഡി ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും രാമു നല്ലപോലെ പരിശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സോ ഹി ഗോട്ട് ഗുഡ് മാർക്സ്. അപ്പൊ ഇത് സംഭവിച്ചത് ഇതുകൊണ്ടാണ് എന്ന് പറയണമെങ്കിൽ മസ്റ്റ് ഹാവ്. ഒരു സംഭവം നടക്കാത്തത് ഇന്ന സംഭവം റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ വുഡ് ഹാവ്. കഴിവുണ്ടായിട്ടും അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും ചെയ്യാതെ പോയി വുഡ് ഹാവ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ അത് ചെയ്തില്ല എന്നുള്ള വിഷമം പ്രകടിപ്പിക്കാൻ ഷുഡ് ഹാവ്. വളരെ വളരെ അഡ്വാൻസ്ഡ് ലെവലിൽ ഹെൽപ്പ് ആവുന്നതും അപ്പർ പ്രൈമറി കുട്ടികൾക്ക് എക്സാംസിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത്. നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് ട്രൈ ചെയ്താലാണ് അതിലത്തെ ന്യൂആൻസസ്, അതായത് ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോമെന്റ്സിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടായാലും നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.